സോഹോ ബുക്സിനെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആണ്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ്, ഏതൊക്കെ റിപ്പോർട്ട്സ് ആണെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് നമ്മൾ നോക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന ഡാഷ്ബോർഡാണ് ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന സോഹോ ബുക്സിന്റെ. ഇതിൽ ഒരു സമ്മറൈസ്ഡ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ടോട്ടൽ റിസീവബിൾസ്, പേയബിൾസ്, ക്യാഷ് ഫ്ലോ, ഇൻകം എക്സ്പെൻസ്, ഇതിൻ്റെയൊക്കെ ഒരു ചാർട്ടിന്റെ റെപ്രസെൻറ്റേഷൻ, അതുപോലെ ബാങ്കിന്റെ ബാലൻസ്, നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വാച്ച് ലിസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഡാഷ്ബോർഡിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അടുത്തത് വന്നിട്ട് ഐറ്റം എന്നുള്ള മോഡ്യൂളാണ്. ഇവിടെ നമുക്ക് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ മോഡ്യൂൾ മാനേജ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് ബാങ്കിങ് എന്നുള്ള മോഡ്യൂളാണ്. ഇവിടെ നമുക്ക് മാനുവലായിട്ടും അതേപോലെ തന്നെ ബാങ്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നത്. നമ്മൾ ബാങ്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ഫീഡ്സ് നമുക്ക് ഒരു ഡേ എൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ആവുന്ന ഓപ്ഷൻ സോഹോ ബുക്സിൽ അവൈലബിൾ ആണ്. അത് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക്സിന് മാത്രമേ ഈ ഫീച്ചർ ഉള്ളൂ. അടുത്തത് വന്നിട്ട് സെയിൽസ് ആണ്. ഇവിടെ നമുക്ക് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കൊട്ടേഷൻസ് കൊടുക്കാം, സെയിൽസ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, അതിനെ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതേപോലെ തന്നെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതും ക്രെഡിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്യുന്നതും ഈ ഒരു മോഡ്യൂളിലാണ്. അടുത്ത മോഡ്യൂളാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യാനും പിന്നെ ബില്ലായിട്ട് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിൽ വരുന്ന എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനും ദെൻ പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.